2000-ലാണ് കിഫ്ബി, കേരള നിയമസഭ പാസാക്കിയ കിഫ്ബി നിയമം നിലവിൽ വന്നത്. അതിൻ്റെ 3-4 വകുപ്പ് പ്രകാരം താഴെ പറയുന്ന 4 ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഫണ്ട് ചെലവഴിക്കാവൂ എന്നാണ്. 1, സംസ്ഥാനത്തെ പശ്ചാത്തല സൗകര്യ മേഖലയിൽ കൂടുതൽ മുതൽ മുടക്കുക. 2, പൊതുമേഖലാ സ്ഥാപനങ്ങളും മറ്റ് സ്ഥാപനങ്ങളും പശ്ചാത്തല സൗകര്യ പദ്ധതികൾക്കായി നടത്തുന്ന പ്രോജക്റ്റുകൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുക. 3, കിഫ്ബിക്കായി വിഭവങ്ങൾ സമാഹരിക്കുന്നതിനായി ഉപയോഗിച്ച ബോണ്ടുകളും ഡിബഞ്ചറുകളും തിരിച്ചു പിടിക്കാനായി. 4, മുൻപറഞ്ഞ സ്കീമുകളിൽ പറയുന്ന മറ്റേതെങ്കിലും ആവശ്യം നടപ്പാക്കുന്നതിന് വേണ്ടി. ഈ 4 ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ കിഫ്ബിയുടെ ഫണ്ട് ചെലവഴിക്കാവൂ എന്നാണ് 2000-ൽ നിയമസഭ പാസാക്കിയ നിയമത്തിൽ പറയുന്നത്. എന്നാൽ 2018 മുതൽ 2021 വരെയുള്ള കാലയളവിൽ 102 കോടി രൂപയാണ് കിഫ്ബി ഫണ്ടിൽ നിന്ന് പരസ്യത്തിനായും സർക്കാർ പ്രചരണത്തിനായും ചെലവഴിച്ചത്. 102 കോടി രൂപ 2018 മുതൽ 2021 വരെയുള്ള കാലയളവിൽ. ഇതിൽ തെരഞ്ഞെടുപ്പ് വർഷമായ 2020-21 സാമ്പത്തിക വർഷം മാത്രം, തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ആ വർഷം മാത്രം സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്, LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ചെലവഴിച്ചത് 75 കോടി. പ്ലീസ്, 75 കോടി രൂപയാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം കിഫ്ബിയിൽ നിന്ന് ചെലവഴിച്ചത്. ഇതിൽ 30 കോടി രൂപയോളം കേരളത്തിലെ പ്രമുഖ ചാനലുകൾ അടക്കം വിവിധ മാധ്യമങ്ങളിൽ സ്പോൺസേഡ് കണ്ടന്റുകൾ വരുത്താനാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സീരിയൽ പോലും കാണാൻ വയ്യ അല്ലേ ഷാഫി? സീരിയലിനകത്ത് സർക്കാരിന്റെ പെൻഷൻ കിട്ടിയോണ്ട് ജീവിക്കുകയാണെന്ന് പറയുക. എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്തൊക്കെ കേരളത്തിൽ നടക്കുന്നത്. സീരിയലിനകത്ത് പറയുക കുടുംബശ്രീയിൽ നിന്ന് സഹായം കിട്ടിയോണ്ടാണ്, സർക്കാർ സഹായിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഈ സാധനം വാങ്ങിക്കുന്നതെന്ന് പറയുക. ഇത് സ്പോൺസേഡ് കണ്ടന്റ് ആണെന്ന് കാണികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എഴുതി കാണിക്കാനുള്ള സാമാന്യ മര്യാദ പോലും ഇല്ലാതെയാണ് ഈ പണം മുഖ്യധാരാ പത്രങ്ങളും ചാനലുകളും നടത്തുന്നത് എന്നത് ദൗർഭാഗ്യകരമായ കാര്യമാണ്. മുഖ്യധാരാ മാധ്യമ പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ട് സ്പോൺസേഡ് കണ്ടന്റുകൾ സംപ്രേഷണം ചെയ്ത് ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള ശ്രമം ഗവൺമെന്റ് അവസാനിപ്പിക്കണം. ഇത് പത്രങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പത്രങ്ങൾക്ക് പരസ്യം കൊടുത്താൽ അവർക്ക് എടുക്കേണ്ടി വരും. ചാനലുകൾക്ക് പരസ്യം കൊടുത്താൽ അവർക്ക് എടുക്കേണ്ടി വരും. ഞങ്ങൾ കൊടുത്താലും എടുക്കേണ്ടി വരും. ആര് കൊടുത്താലും എടുക്കേണ്ടി വരും. കൊടുക്കുന്നവർക്കൊരു മര്യാദ വേണം. ഇത് ഞങ്ങളുടെ കൂടി പണമാണ്, നാട്ടുകാരുടെ പണമാണ്. ഈ നാട്ടുകാരുടെ പണം മുഴുവൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന എന്ത് മര്യാദ കെട്ട നടപടിയാണ് ഇത്? ജനാധിപത്യത്തിൽ കേട്ടുകേഴ്വിയുള്ള കാര്യമാണോ? കേരളീയം എന്ന മാമാങ്കത്തിന് വേണ്ടി 50 കോടിയാണ് കിഫ്ബിയിൽ നിന്ന് ചെലവഴിച്ചത്. മാമാങ്കം കൊണ്ട് എന്തുണ്ടായി ഇവിടെ? കേരളീയം എന്ന മാമാങ്കത്തിന് വേണ്ടി 50 കോടി ഈ കിഫ്ബിയിൽ നിന്ന് ചെലവഴിച്ചിരിക്കുകയാണ്. നമ്മൾ പെട്രോൾ അടിക്കുമ്പോൾ പോകുന്ന 2 രൂപയിൽ നിന്നാണ്. 2ാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം ആദ്യത്തെ 3 സാമ്പത്തിക വർഷം മാത്രം 49 കോടി രൂപയാണ് സർക്കാർ പ്രചരണ പരിപാടികൾക്ക് വേണ്ടി ചെലവഴിച്ചത്. 2024 6 മാസം ഏതാണ്ട് 5 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. അതിനുശേഷമുള്ള സമയത്ത് 2025-26 സാമ്പത്തിക വർഷത്തെയും കണക്കുകൾ ഇതുവരെ ലഭ്യമായിട്ട്. ഞാൻ ഈ കണക്ക് പറയുന്നത് റോജി ജോൺ MLA നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനിത് ഇട്ട് തരും. കാരണം അത് വലിയൊരു ബണ്ടിൽ ഉത്തരവായതുകൊണ്ടാണ് ഇവിടെ നൽകാത്തത്. നിങ്ങൾക്ക് ഇട്ട് തരാം. പക്ഷേ എനിക്ക് ലഭിച്ച ഔദ്യോഗിക വിവരം അനുസരിച്ച് 150 കോടി രൂപ അനൗദ്യോഗിക കണക്കുകൾ അനുസരിച്ച്, എൻ്റെ കിട്ടിയ അനൗദ്യോഗിക കണക്കുകൾ അനുസരിച്ച് ഈ കാലഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കിഫ്ബി 150 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അനൗദ്യോഗികമായി എനിക്ക് കിട്ടിയ വിവരമാണ്. ഔദ്യോഗികമായി ചോദിച്ചിട്ട് ഇതുവരെ കിട്ടുന്നില്ല. റോജി ജോൺ MLA അസംബ്ലിയിൽ പറഞ്ഞ കണക്കാണ് നേരത്തെ ഞാൻ പറഞ്ഞത്.
2023-24 സാമ്പത്തിക വർഷം ചാനലുകൾക്ക് കൊടുത്താൽ എനിക്ക് മനസ്സിലാവും, പത്രത്തിന് കൊടുക്കാൻ എനിക്ക് മനസ്സിലാവും. സ്വകാര്യ വ്യക്തികൾക്ക് എങ്ങനെയായി പണം കൊടുക്കുന്നത്? ഇതെന്തിനു നൽകിയെന്ന ഉദ്യോഗസ്ഥന്മാരും കിഫ്ബിയിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരും വെളിപ്പെടുത്തണം. ഉദാഹരണം, GB തിലകൻ എന്നയാൾക്ക് 1.12 കോടി, രാധാകൃഷ്ണൻ B എന്നയാൾക്ക് 1.3 ലക്ഷം രൂപ, സുരേഷ് D എന്നയാൾക്ക് 1,46,00,000 രൂപ, വിജയകുമാർ എന്നയാൾക്ക് 1.63 കോടി രൂപ. ഇതെല്ലാം റോജി ജോൺ MLA കൊടുത്ത കണക്കിൽ അസംബ്ലിയിൽ പറഞ്ഞ കാര്യമാണ്. PS വിജയകുമാറിന് 88 ലക്ഷം, രാധാകൃഷ്ണൻ നായർ 6-ന് 91 ലക്ഷം, ആദർശ് PS 4-ന് 41 ലക്ഷം, അൻസർ A എന്നയാളിന് 53 ലക്ഷം നൽകിയിട്ടുണ്ട്. ഇത് കൂടാതെ നിരവധിയായ സ്വകാര്യ വ്യക്തികൾക്ക് 2 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെ കിഫ്ബി നൽകിയതായി കാണുന്നു. ഈ പേയ്മെന്റുകൾ എന്തിനുള്ളതാണ് എന്ന് വ്യക്തമാക്കാൻ കിഫ്ബിക്ക് ഉത്തരവാദിത്തമില്ലേ?